Good morning, all. Good morning. Good morning, madam. കഴിഞ്ഞ ദിവസം മാം എടുക്കാൻ നോക്കിയോ എല്ലാവരോ? ക്ലിയർ ആണോ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? പിന്നെ ഓരോ ദിവസം എടുക്കുന്നത് അന്നന്ന് നോക്കാട്ടാ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നോക്കി എടുത്തിട്ട് ഓരോ ദിവസവും മിസ്സുമാരെടുക്കുന്നത് പരമാവധി നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, എന്താണ് കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റും സെക്കൻഡും മോഡ്യൂളിനെ അപേക്ഷിച്ച് വലിയ ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി ടഫ് ആണ് അല്ലെ. അപ്പൊ നമ്മ എന്താണ് മറന്നു പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഓരോ ദിവസവും മിസ്സുമാരെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് നോക്കിങ്ങാണ്ട് അടുത്ത ദിവസത്തേക്ക് പ്രിപ്പയർ ആയി വരാട്ടോ. ഒന്നുകൂടെ ഓക്കെ. മിസ് എടുക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വാല്യൂ അനാലിസിസ് മുതലല്ലേ മിസ്സിന് തുടങ്ങേണ്ടത്? വാല്യൂ അനാലിസിസ് അഡ്വാൻറ്റേജ് ഓഫ് IMM മിസ് എടുത്താലേ ഓക്കെ. വാല്യൂ അനാലിസിസ് മൂല്യ വിശകലനം നടത്താല്ലേ. വാല്യൂ, ഒരു സാധനത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ സർവീസ് അല്ലെങ്കിൽ ഇതിൽ ഗുഡ്സ്, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വിലയാണ് വാല്യൂ. മൂല്യം അല്ലെ, എത്രത്തോളം മൂല്യമുണ്ട് അല്ലെ. നോക്കാം നമുക്ക് എന്താണുള്ളത്. വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് is an arranged approach to recognize unnecessary cost connected with any product, material, part, components and system or service. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് സാധനങ്ങളുടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ പാർട്ട്, അതിന്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ്, ഒരു ഘടകം, അതല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങളുടെ അനാവശ്യ ചിലവ് തിരിച്ചറിയുന്നതിനുള്ള ഒരു അപ്രോച്ചിനെയാണ്, ഒരു പ്രക്രിയയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്, മൂല്യ വിശകലനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോവാണ്, നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങണം. ചിലപ്പോൾ എന്തെങ്കിലും മെഷീനറീസ് ആവാം അല്ലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളാവാം. അപ്പൊ എന്താ നമ്മ അതിനെ കുറിച്ച് ഒന്ന് വാല്യൂ അനാലിസിസ് ചെയ്യൂലേ? നോക്കാറില്ലേ നമ്മ? അത് നമുക്ക് ഇപ്പൊ ആവശ്യമുണ്ടോ അല്ലെ? വീട്ടിലേക്ക് അത് നമുക്ക് ആവശ്യമുണ്ടോ അല്ലെ? ഇല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? പുതിയൊരു TV വാങ്ങണം, അല്ലെങ്കിൽ എന്താണ് ഫ്രിഡ്ജ്. അപ്പൊ എന്താണ് നമ്മുടെ വീട്ടിലുള്ള കംപ്ലൈന്റ് ആയാല് പിന്നീട് അത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂലെങ്കിൽ അല്ലേ നമ്മ വാങ്ങാറുള്ളൂ അല്ലേ? ആണോ? അപ്പൊ എന്താ? അതേപോലെ എന്താണ് നമ്മ എന്തൊരു സാധനം, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് അതൊന്ന് റേറ്റിംഗ് ചെയ്ത് നോക്കൂ അല്ലെ. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ അല്ലെ, ഉപകാരമുണ്ടോ എന്നൊക്കെ. അപ്പൊ എന്താണ്? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസിന്റെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട്, അതല്ലെങ്കിൽ ഒരു കമ്പോണന്റ്, അല്ലെങ്കിൽ ഒരു സർവീസ്, സേവനങ്ങള് എന്താണ്? അതിന്റെ അൺനെസസറി ആയിട്ടുള്ള അല്ലെ, അനാവശ്യ ചിലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു അപ്രോച്ചിനെ, ഒരു സമീപനത്തെയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്?
Next, okay, this process is necessary for cost reduction. ഇത് എന്തിനു സഹായിക്കുന്നു? ഈ വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് നമുക്ക് എന്താണ് ചിലവ് കുറയ്ക്കുന്നതിനായും സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീടിന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് ഒരു ഷോപ്പ് മാത്രമാണോ ഉള്ളത്? ഒരു ഷോപ്പ് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് അല്ലെ നമുക്ക് ചുറ്റും. നമുക്ക് എന്താണ് ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലെ എന്ത് സാധനം മേടിക്കാനും. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ് ഒന്ന് എൻക്വയറി ചെയ്യും അല്ലെ. പുതിയൊരു പ്രോഡക്റ്റ് ഓൺലൈൻ ഉണ്ട്, നമ്മ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു എൻക്വയറി നടത്തുന്നുണ്ടോ? സെയിം സാധനം പ്രൈസില്, ഫങ്ഷൻസില് അല്ലെ, അതിന്റെ സ്റ്റാൻഡേർഡില്, ക്വാളിറ്റിയില് ഒക്കെ നമ്മ ഒരു എൻക്വയറി നടത്തില്ലേ? അതേപോലെ നമ്മ എന്ത് ചെയ്യും? സെയിം സാധനം തന്നെ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരിക്കും, ക്വാളിറ്റി, ഫങ്ഷൻസ് ഒക്കെ എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ പ്രൈസില് ഡിഫറൻസ് വരും അല്ലേ ഷോപ്പുകളിൽ തമ്മില്? പ്രൈസുകളിൽ ഡിഫറൻസ് വരാറില്ലേ? അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോസ്റ്റ് റിഡക്ഷനെ, ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഇല്ലേ? വാല്യൂ അനാലിസിസ് ചെയ്യുമ്പോ. നെക്സ്റ്റ് നോക്കിയേ, വാല്യൂ റിലൈസ് ഓൺ ഫങ്ഷൻസ് ആസ് വെൽ ആസ് ഓൺ ദി കോസ്റ്റ്. വാല്യൂ എന്തിനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഓരോ സാധനങ്ങളുടെയും ഫങ്ഷൻസിനെയും അതിന്റെ കോസ്റ്റിനെയും ആശ്രയിച്ചാണ് വാല്യൂല് ചേഞ്ചസ് വരുന്നത്. ഇപ്പൊ നമുക്ക് കുറെ ചിലപ്പോ എന്താണ് വിപണിയില് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മൂല്യമുള്ള സാധനങ്ങൾക്ക് എന്താണ് റേറ്റ് കൂടുതലായിരിക്കും അല്ലെ വിപണിയില്. മൂല്യം കൂടുന്നതിനനുസരിച്ച് എന്താണ് അത് നമുക്ക് ജീവിക്കാൻ അത്യന്താപേക്ഷിതമാണ് അല്ലെ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? മൂല്യം കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യും? റേറ്റും കൂടും. പിന്നെ ഫങ്ഷൻസ് കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം നമ്മ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകള്, അത് ഒരുപാട് ടൈപ്പില്ലേ സ്മാർട്ട് ഫോണുകള്. ഐഫോൺ ഉണ്ട് അല്ലെ. അപ്പൊ ഐഫോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന് റേറ്റ് പൊതുവെ കൂടുതലാണോ കുറവാണോ വരുന്നത്? സാധാ പ്രൈസ് കൂടും അല്ലെ. അപ്പൊ എന്താണ്? സാധാ ഫോണിനെ സാധാ ഒരു റെഡ്മിയുടെ അല്ലെങ്കിൽ വിവോയുടെ ഒരു ഫോണും ഐഫോണും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും കൂടുതൽ മൂല്യം തോന്നുക? നമുക്ക് വാല്യൂ തോന്നുന്നത് ഐഫോൺ. അപ്പൊ എന്താണ്? വാല്യൂ എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്? ഫങ്ഷൻസിനെയും എന്താണ് അതിന്റെ കോസ്റ്റിനെയും വിലയെയും ആശ്രയിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ അത്? Next, value analysis of material gives more importance to the utility of the material than its cost. എന്താണ്? ചില സമയത്ത് അല്ലെ നമുക്ക് എന്താണ് വിലയേക്കാൾ കൂടുതൽ ആ മെറ്റീരിയലിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം, ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പൊ ഈ വ്ളോഗ്സ്, റീൽസ് ഒക്കെ ചെയ്യുന്ന ആളുകളല്ലേ, വ്ളോഗേഴ്സ് ഒക്കെ, അവര് വാങ്ങിക്കുന്ന ഫോൺസ്, ക്യാമറാസിന് അവരെന്തിനായിരിക്കും വിലയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കോ? അവരെന്താണ് പ്രാധാന്യം കൊടുക്കുന്നത്? അവരിടുന്ന വീഡിയോസ് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. വീഡിയോ ക്വാളിറ്റി അല്ലെ, ക്യാമറയുടെ ക്ലാരിറ്റി അതിനല്ലേ. അപ്പൊ അവരെന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? വിലയേക്കാൾ അതിന്റെ ഉപയോഗത്തിന് അല്ലെ, യൂട്ടിലിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? ചില സമയത്ത് നമ്മ വാല്യൂ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നുണ്ട്? വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ എന്താണ്? ചില മെറ്റീരിയൽസിന് എന്താണ് അവരുടെ വിലയേക്കാൾ കൂടുതൽ എന്താണ് അതിന്റെ ഉപയോഗത്തിന്, യൂട്ടിലിറ്റിക്ക് പ്രാധാന്യം നൽകുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും എമർജൻസി മെഡിസിനുകൾ, ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എമർജൻസി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മ ആ മെഡിസിനിന്റെ കോസ്റ്റിന് പ്രാധാന്യം കൊടുക്കുമോ? വിലക്ക് പ്രാധാന്യം കൊടുക്കോ? ഇല്ല അല്ലെ. നമ്മ എന്താണ് നോക്കുന്നത്? ആ പേഷ്യൻസിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കണം അല്ലെ, സേവ് ചെയ്യണം.
അപ്പൊ എന്താണ് അതിന്റെ ഉപയോഗത്തിന് അല്ലെ, ആ മെഡിസിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ഫങ്ഷൻസ് കോസ്റ്റ് എന്താണ് നമുക്ക് വാല്യൂവിന് ഫങ്ഷൻ കോസ്റ്റ് എന്നും പറയാം. ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ അതിന്റെ ഫങ്ഷൻസിനായിരിക്കും അല്ലെ നമ്മ മൂല്യം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ വാല്യൂ ഈസ് ഈക്വൽ ടു function cost. Value increases by increasing the function or decreasing the cost. എന്താണ് പ്രവർത്തനം ഫംഗ്ഷൻ കൂടുകയോ അതല്ലെങ്കിൽ ചിലവ് കുറയുകയോ ചിലവ് കോസ്റ്റ് കുറയുകയോ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് വാല്യൂ മൂല്യം വർദ്ധിപ്പിക്കാനായി സാധിക്കും അല്ലെ. ഇപ്പൊ ഒരു സാധനത്തിന്റെ പ്രൈസ് കുറയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ ഇപ്പൊ ഐഫോണിന് പൊതുവെ നമുക്കറിയാലോ ഇന്ന പ്രൈസ് ആയിരിക്കും. ചിലപ്പോ അവരെന്താണ് അതിനൊരു ഡിസ്കൗണ്ട് ഏർപ്പെടുത്താണ്, ക്രിസ്മസിന്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓണത്തിന്റെ ഡിസ്കൗണ്ട് ഒക്കെ വരുത്തുമ്പോ അതില് അവര് 10,000 രൂപ കുറവ് വരുത്തിയാൽ എന്താണ് അതിന്റെ വാല്യൂ ഇൻക്രീസ് ആവോ, അതിന്റെ മൂല്യം വർദ്ധിക്കോ? ആ സമയത്ത് ഐഫോൺ വാങ്ങില്ലേ, അതിന് ഡിമാൻഡ് കൂടില്ലേ, വിപണിയില് ഡിമാൻഡ് കൂടില്ലേ. അപ്പൊ എന്താണ് ആ സമയത്ത് അതിന്റെ മൂല്യം കൂടിയോ? കോസ്റ്റ് കുറയുന്നത് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ കൂടുകയോ ചെയ്യുന്നതിലൂടെ എന്താണ് വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയത്? നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉള്ള സാധനമാണ് അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗം ഉള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അതിന്റെ കോസ്റ്റ് കുറവാണെങ്കിൽ എന്താണ് എല്ലാവരും അതന്നെ ചൂസ് ചെയ്യൂ അല്ലേ, ആണോ? അപ്പൊ എന്താണ് കോസ്റ്റ് കുറയുകയോ ഡിക്രീസിങ് ദ കോസ്റ്റ് കുറയുകയോ അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ കൂടുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് വാല്യൂ മൂല്യം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ. നമുക്കറിയാം നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള വാല്യൂസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമുക്കറിയാം നമ്മ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഇതൊക്കെ. നോക്കിയേ ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, റിലേയിങ് ഓൺ ഫാക്ട് ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ് അല്ലെ. എന്താണ് ഫങ്ഷൻസ് മാറുന്നതിനനുസരിച്ചാണ് വാല്യൂവില് വ്യത്യാസങ്ങൾ വരുന്നു അല്ലെ. എക്സാമ്പിൾ മിസ് പറഞ്ഞ പോലെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഐഫോണിന്റെ ഫങ്ഷൻസ് കൂടുന്നതിനനുസരിച്ച് അല്ലെ ഫോൺ എന്താണ് അതിന്റെ കോസ്റ്റിലും വാല്യൂയിലും ചേഞ്ചസ് വരുന്നു അല്ലെ. അപ്പൊ നമുക്കൊക്കെ ഇഷ്ടം സാധാ ഫോൺ ഉപയോഗിക്കാനായിരിക്കും ഐഫോൺ ഉപയോഗിക്കാനായിരിക്കോ? പൊതുവെ കോമൺ ആയിട്ട് ഐഫോൺ ഉപയോഗിക്കാനായിരിക്കും അല്ലേ. അപ്പൊ എന്താണ് അതിന് വാല്യൂ ഉള്ളത് കൊണ്ടല്ലേ, അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉള്ളത് അല്ലേ, നമുക്ക് ഒരുപാട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് റിലേയിങ് ഓൺ ഫങ്ഷൻസ്, എന്താണ് ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് വാല്യൂയില് മൂല്യത്തില് വ്യത്യാസം വരുന്നു. നെക്സ്റ്റ് എക്സ്ചേഞ്ച് വാല്യൂ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. എന്താണ് നമ്മുടെ ഈ കയ്യിലുള്ള പഴയ സാധനങ്ങൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV അതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, പുതിയത് വാങ്ങും അല്ലെ, എക്സ്ചേഞ്ച്. അപ്പൊ ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മ ആ സാധനം പുതിയതായിട്ട് വാങ്ങിച്ച സമയത്ത് കിട്ടിയ നമ്മ കൊടുത്ത പ്രൈസ് നമുക്ക് കിട്ടും. ഇപ്പൊ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച സമയത്തുള്ള പ്രൈസ് നമ്മ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടോ? ഇല്ല അല്ലെ. കൂടി വന്ന ഒരു 2,000 രൂപ അല്ലെ, കൂടി വന്ന ഒരു മാക്സിമം നമുക്കൊരു 2,000 റുപ്പീസ് ആയിരിക്കും അവർ അതിന് പ്രൈസ് ഇടുന്നത് അല്ലെ. അപ്പൊ എന്താ എക്സ്ചേഞ്ച് വാല്യൂ അല്ലെ. ഗിവിംഗ് തിങ്സ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ബൈയിങ് എ ന്യൂ വൺ. എന്താണ് നമ്മ പഴയത് കൊടുത്തിട്ട് എന്താണ് പുതിയത് വാങ്ങുന്നു. അപ്പൊ എന്താണ് പഴയതിന് നമ്മ വാങ്ങിച്ചത്ര മൂല്യം ഉണ്ടായിരിക്കില്ല അല്ലെ, നമുക്ക് അതിന്റെ മൂല്യം എന്തായിരിക്കും, കുറവായിരിക്കും. എക്സാമ്പിൾ പറയുന്നത് TV, റെഫ്രിജറേറ്റർ. ക്ലിയർ അല്ലേ? ഏതാ നെക്സ്റ്റ് എസ്റ്റീം വാല്യൂ. എസ്റ്റീം വാല്യൂ പ്രസ്റ്റീജ് ഹാവിംഗ് എസ്റ്റീം. എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാല് ബഹുമാന്യ മൂല്യം എന്ന് വെച്ചാല് പ്രസ്റ്റീജ് ഹാവിംഗ് എസ്റ്റീം. ഒരു സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോ നമുക്ക് എന്താണ് ഒരു അന്തസ് കാണിക്കാനായിട്ട്. ഇപ്പൊ ചിലരെന്താണ് എത്ര പൈസ ആയാലും വേണ്ടില്ല അവരെന്താണ് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങും അല്ലെ. എന്താണ് ഇപ്പൊ ഡ്രസ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, വാച്ചസ് ആയിക്കോട്ടെ, അവരെന്താണ്
അതിന്റെ കോസ്റ്റിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് അതിന്റെ എന്താണ് ആ ബ്രാൻഡിനായിരിക്കും. അതെന്താണ് അതിനെയാണ് ബഹുമാന്യ മൂല്യം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കാറിന്റെ അതല്ലെങ്കിൽ കാറിന്റെ ഒക്കെ നമ്പർ പ്ലേറ്റ് വാങ്ങാറില്ലേ, നമ്പേഴ്സ് വാങ്ങാറില്ലേ, ഫാൻസി നമ്പർ വാങ്ങുമ്പോ അതിനൊക്കെ എന്താണ് ഫാൻസി നമ്പർ. ഇപ്പൊ 41 ആണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കില്ല അത് അവർ സ്വന്തമാക്കുന്നത് അല്ലെ. ശരിക്കും കാറിന്റെ നമ്പർ വാങ്ങിക്കാനായിട്ട് അത്രയും പൈസ ആവുന്നുണ്ടോ നമുക്ക് നോർമൽ കേസില്? ഇല്ല. അപ്പൊ അതെന്താണ്, ആ സാധനം അവരെ കയ്യിലിരിക്കുമ്പോ അവർക്കൊരു അന്തസ്സാണ് അല്ലെ. അവരെ കാറിന് 41 എന്നൊക്കെ പുറമെയുള്ളവർ കാണുമ്പോ അവർക്കൊരു അന്തസ്സല്ലേ. ആ ഫാൻസി നമ്പർ ഫാൻസിന്. അപ്പൊ എന്താണ്, അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റീം വാല്യൂ കൊടുത്ത് സാധനങ്ങൾ കരസ്ഥമാക്കുന്നുണ്ട്. ക്ലിയർ ആയ? എസ്റ്റീം വാല്യൂ, പ്രസ്റ്റീജ് ഹാവിങ് എ തിങ്, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഒരു ബഹുമാന്യ മൂല്യം തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോസ്റ്റ് ആസ് പെർ മൊണറ്ററി വാല്യൂ എന്ന് വെച്ചാല് അതിന്റെ പണത്തിന്റെ മൂല്യം. നമ്മ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങുമ്പോ ആ പൈസക്കുള്ള മൂല്യമുണ്ടോ അല്ലെ. നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ്, അപ്പൊ നമ്മ എന്താ നോക്കുന്നത്, നമ്മ കൊടുക്കുന്ന പൈസക്കുള്ള അല്ലെ പ്രൈസിനുള്ള മൂല്യം ഉണ്ടോ അല്ലെ, അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യോ അല്ലെ, മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ, അങ്ങനെയല്ലേ നോക്കുള്ളൂ നമ്മ. അതാണ് കോസ്റ്റ് ആസ് പെർ മൊണറ്ററി വാല്യൂ. എന്താ നമ്മ കൊടുത്ത ആ പണത്തിനുള്ള ആ പൈസക്കുള്ള മൂല്യമുണ്ടോ. നെക്സ്റ്റ് സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. ആ ഒരു സാധനത്തിന്റെ ലൈഫ് ടേം കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് കിട്ടുന്ന വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്രി സാധനങ്ങൾ അല്ലെ, ആക്രി സാധനങ്ങൾ അങ്ങനെയല്ലേ പറയാറ് പൊതുവെ. എന്താണ് നമ്മുടെ വീട്ടിലെ കേടുവന്ന സാധനങ്ങള്, നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങള്, അതല്ലെങ്കിൽ ആ ലൈഫ് അതിന്റെ ഇത്ര വർഷത്തെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഴകുന്ന സാധനങ്ങള് അതൊക്കെ നമുക്ക് കൊടുക്കും. അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? നെക്സ്റ്റ് ടൈം, ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. ടൈം എന്ന് പറഞ്ഞാല് അത് എത്രത്തോളം നമ്മ വാങ്ങിക്കുന്ന സാധനം എത്രത്തോളം നിലനിൽക്കും അല്ലെ. അത് ഏതൊരു സാധനം മേടിച്ചാലും നമുക്കറിയാം അതിനൊരു ഇത്ര കാലം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോ അതിന്റെ മോഡൽസിൽ ചേഞ്ചസ് വരും അല്ലെ. അങ്ങനെയൊക്കെ ഒരുപാട് ഇതില്ലേ, എത്രത്തോളം നിലനിൽക്കും അല്ലെ. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, നമുക്ക് ആ സാധനം നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും, അതാണ് ടൈം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ 2 വീലേഴ്സ് അങ്ങനെ അതൊക്കെ മേടിക്കുന്നൊക്കെ അറിയാം. അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്, എത്ര വർഷം അത് യൂസ് ചെയ്യാന്നുണ്ടല്ലോ ടൈം പീരീഡ് 2 വീലേഴ്സിനൊക്കെ. അപ്പൊ എന്താണ് ടൈം എന്ന് പറഞ്ഞാൽ ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, നമുക്ക് എത്ര കാലം അത് ഉപയോഗിക്കാൻ കഴിയും. ക്ലിയർ ആയത്? മൊണറ്ററി വാല്യൂ പറയാം കേട്ടോ. കോസ്റ്റ് ആസ് പെർ മൊണറ്ററി വാല്യൂ. മൊണറ്ററി വാല്യൂ എന്ന് പറഞ്ഞാല് മൊണറ്ററി എന്ന് പറഞ്ഞാൽ ധനപരമായ വാല്യൂ, മൂല്യം. ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിക്കുമ്പോ നമ്മൾ ചിന്തിക്കാറില്ലേ നമ്മ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഉണ്ടോന്ന്. അപ്പൊ നമ്മ ഒരു 1500 രൂപ കൊടുത്ത് ഒരു ഡ്രസ്സ് എടുക്കുകയാണ്, നമ്മ ഒന്ന് ആലോചിക്കാറില്ല നമ്മ കൊടുത്ത പൈസക്കുള്ള മൂല്യം ആ ഡ്രസ്സിനുണ്ടോന്ന് അല്ലേ. അതിനെയാണ് കോസ്റ്റ് ആസ് പെർ മൊണറ്ററി വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ മെറ്റീരിയൽസ് അല്ലെ, അത് എത്ര നാള് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും അല്ലെ, അതിന്റെ കളറ് അല്ലെ. ക്ലിയർ ആയോ? മെച്ചപ്പെടുത്തത് ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ പറയുന്നത് ഫങ്ഷണൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, റിലേറ്റ്സ് ഓൺ ഫങ്ഷൻ. ഫങ്ഷൻസിനെ അനുസരിച്ച് എന്താണ് വാല്യൂവിൽ ചേഞ്ചസ് വരുന്നു അല്ലെ. എന്താണ് ഓരോന്നിന്റെ ഫങ്ഷൻസ് കൂടുന്നതിനനുസരിച്ച് അതിൽ മൂല്യം വ്യത്യാസം വരുന്നില്ലേ.
നെക്സ്റ്റ് പറയുന്നത് എക്സ്ചേഞ്ച് വാല്യൂ. എന്താണ്? നമ്മുടെ കയ്യിലുള്ള പഴയ TV, റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ കൊടുത്തങ്ങാണ്ട് പുതിയത് വാങ്ങുന്നത്. അപ്പൊ നമ്മ പഴയത് കൊടുക്കുമ്പോ നമുക്ക് ആ പുതിയതിന്റെ അത്ര അതിന് വാല്യൂ കിട്ടോ? ഇല്ല അല്ലെ, ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു തുക മാത്രമാണ് അല്ലെ കിട്ടുന്നത്. നെക്സ്റ്റ് എസ്റ്റീം വാല്യൂ, പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. എന്താണ്? നമ്മ ഒരു കാര്യം, ഒരു സാധനം നമ്മ അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് ഒരു അന്തസ്, ഒരു ബഹുമാന്യമായി കണക്കാക്കുന്നത്. എന്താണ്? ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം, ഷൂസ്, പാൻസ് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. പിന്നെ എന്താണ്? ഫാൻസി നമ്പേഴ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ്, വില. വില എന്ന് പറയുന്നത് എന്താണ്? ആസ് പെർ മോണിറ്ററി വാല്യൂ അല്ലെ, എന്താണ്? നമുക്ക് കൊടുക്കുന്ന ആ പൈസക്കുള്ള മൂല്യം, ആ സാധനത്തിന് അതിന്റെ മൂല്യമുണ്ടോ അല്ലെ, ധനപരമായ മൂല്യം. അങ്ങനെയല്ലേ നോക്കിയാൽ ധനപരമായ മൂല്യമുണ്ടോ അല്ലെ. ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ, നിങ്ങൾ ഇത്ര രൂപ കൊടുത്തിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കാറില്ലേ, നിങ്ങൾക്ക് ആ കൊടുക്കുന്ന പൈസക്കുള്ള ക്ലാസ് കിട്ടുന്നുണ്ടോ ഇല്ലേ? ആലോചിക്കാറുണ്ടോ? അതെന്താണ്? നിങ്ങൾ കൊടുക്കുന്ന ആ പൈസക്കുള്ള മൂല്യം ഉണ്ടോ എന്ന് തിങ്ക് ചെയ്യുന്നല്ലേ. നെക്സ്റ്റ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് അത് കേടായി കഴിയുമ്പോ അല്ലെ, അതിന്റെ ആ ടൈം പീരീഡ് അത് കേടായി കഴിയുമ്പോൾ നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വാങ്ങിച്ച അത്രയും പൈസ അതിന് കിട്ടാറുണ്ടോ? ഇപ്പൊ ഫ്രിഡ്ജ് അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? സ്ക്രാപ്പ് വാല്യൂ ആണെങ്കിൽ ഒരു 500 രൂപ അല്ലെ, അല്ലെങ്കിൽ 400 രൂപ, അത്രയല്ലേ കിട്ടുള്ളൂ. അപ്പൊ എന്താണ്? അപ്പൊ സ്ക്രാപ്പ് ആവുമ്പോ അതിന്റെ വാല്യൂ വ്യത്യാസപ്പെടും അല്ലേ. ലോ കോസ്റ്റ് അല്ലെ, ഇത് നിറയെ വാല്യൂ, അതിന്റെ വാല്യൂ വ്യത്യാസപ്പെടല്ലേ. ഇടിയാണ് അല്ലെ, മൂല്യം ഇടിയാണ്. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ ഇടിയാണ് അല്ലെ ചെയ്യുന്നത്, താഴേക്ക് പോവാണ് അല്ലെ. നെക്സ്റ്റ് ടൈം, ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. നമുക്ക് എത്രത്തോളം അത് നിലനിൽക്കും, ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, പർപ്പസ് ഓർ എയിം ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം, പർപ്പസ്, അതല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം, എയിം എന്താണ്? റിമൂവൽ ഓഫ് എൻ ഐറ്റം. നമുക്ക് ആ സാധനം എന്ത് ചെയ്യാൻ പറ്റുന്നു? നീക്കം ചെയ്യാനായിട്ട് അല്ലെ, ഒഴിവാക്കാനായി സാധിക്കുന്നു. ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ തിങ്ക് ചെയ്യാണ്, ആ സാധനം വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മൂല്യമുണ്ടോ അല്ലെ. നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ സർവീസിന് അത് മൂല്യമുണ്ടോ, ആവശ്യമാണോ? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കണ്ടെത്താണ് നമുക്ക് അത് വാങ്ങിച്ചത് കൊണ്ട് വലിയ ഉപകാരമില്ല, വലിയ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അത് നീക്കം ചെയ്യും അല്ലെ, വേണ്ടാന്ന് വെക്കില്ലേ. അപ്പൊ എന്താണ്? വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? നമുക്ക് ആ ഐറ്റത്തിനെ റിമൂവൽ ചെയ്യാനായിട്ട്, നീക്കം ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. എന്താണ്? കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് എന്താണ്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഘടകങ്ങളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല നിലവാരമുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കത് എപ്പോഴും വാങ്ങിക്കേണ്ടി വരുമോ? ഏതെങ്കിലും ഒരു മെഷീനറീസ് ആണ്, എക്യുപ്മെന്റ് ആണ്, എപ്പോഴും വാങ്ങിക്കേണ്ടി വരുമോ? ഇല്ല അല്ലെ. നമുക്കത് എന്താണ്? ലോങ് ലാസ്റ്റ് ചെയ്യും അല്ലെ, ഒരുപാട് നാൾ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ലേ. അപ്പൊ അതെന്താണ്? നമ്മുടെ കോസ്റ്റ് കുറയ്ക്കല്ലേ, ചെലവ് കുറയ്ക്കല്ലേ ചെയ്യുന്നത്. അതിന്റെ കംപ്ലൈന്റ് കുറയും, റിപ്പയറിങ് കുറയും അല്ലെ, ഒരുപാട് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. അപ്പൊ എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ്. എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരമുള്ള സാധനങ്ങൾ, ഘടകങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ്? നമ്മുടെ ചിലവ്, കോസ്റ്റ് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എൻ ഐറ്റംസ്. നമ്മ എന്ത് ചെയ്യുന്ന? ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കാറുണ്ടോ? സവിശേഷതകളും അല്ലേ. ഇപ്പൊ നമ്മ ഒരു മൊബൈല് വാങ്ങിക്കാൻ പോവാണ്, പുതിയൊരു മൊബൈല് വാങ്ങിക്കാൻ പോവാണ്. നമ്മ മൊബൈൽ ഷോപ്പിൽ പോയി കണ്ട് അല്ലെ, രണ്ടോ മൂന്നോ മൊബൈല് നോക്കി കണ്ട് അല്ലെ, ഓരോന്നിന്റെ ഫീച്ചേഴ്സും ചെക്ക് ചെയ്യോ? എന്നിട്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഫീച്ചർ അല്ലെ,
സവിശേഷതയുള്ളത് അതല്ലേ നമ്മൾ ചൂസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എൻ ഐറ്റംസ്. എന്താണ് നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ എല്ലാ സവിശേഷതകളും ഫീച്ചേഴ്സും ഇൻസ്പെക്ഷൻ നടത്തുന്നു, പരിശോധിക്കുന്നു. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ഓഫ് cheaper quality material for the advantages and use in an organization. എന്താണ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ചില സാധനങ്ങൾ സെയിം ക്വാളിറ്റി സെയിം സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് എന്താണ് റേറ്റ് കുറവിന് കിട്ടും അല്ലെ. ഇത്ര ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര കുറച്ച് തരാന്നൊക്കെ പറയാറില്ലേ, ഡിസ്കൗണ്ട് ചെയ്ത് തരാം അല്ലേ അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മ ചീപ്പർ ക്വാളിറ്റി ചീപ്പർ റേറ്റിന് വാങ്ങൂല്ലേ സാധനം. പക്ഷെ ഗുണനിലവാരത്തിൽ അതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവോ? സെയിം സാധനമായിരിക്കും രണ്ട് പേരെടുത്തും രണ്ട് സപ്ലയേഴ്സിന്റെ അടുത്തൊന്നും അല്ലെങ്കിൽ രണ്ട് ഷോപ്പിലും സെയിം സാധനമായിരിക്കും, ക്വാളിറ്റിയിലും സ്റ്റാൻഡേർഡിലും എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ എന്താണ് നമ്മ അവിടെ നിന്ന് എന്താണ് നമുക്ക് കുറച്ചും കൂടി ചീപ്പർ ആയിട്ട് റേറ്റ് കുറവിന് കിട്ടുന്നത് കൊണ്ട് നമ്മ അത് അവിടെ സെലക്ട് ചെയ്യും അല്ലെ. എവിടെ നിന്നാണോ കുറവിന് കിട്ടുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു അല്ലെ. എന്താണ് അപ്പൊ എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഓരോ സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് എന്താണ് വില കുറഞ്ഞ ചീപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളുടെ പരിശോധന, ഇൻസ്പെക്ഷൻ. ക്ലിയർ ആയത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മ ഒരു സാധനം ഒരു പുതിയ മെഷീന് അല്ലെങ്കിൽ എന്താണ് പുതിയ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അതല്ലെങ്കിൽ കാറ് പുതിയൊരു കാറ് വാങ്ങിക്കണമെങ്കിലും നമ്മ ഒരുപാട് ഷോപ്പുകളിൽ പോവാറില്ലേ, പെട്ടെന്ന് ഒരു ഷോപ്പിൽ പോയി മേടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ, നമ്മ കുറെ എൻക്വയറി നടത്തിയിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും എന്താണ് സെയിം സാധനം കുറച്ചും കൂടി പ്രൈസ് കുറവിന് ചീപ്പർ ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ടാവും. എന്താണ് ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് എന്താണ് വില കുറഞ്ഞ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുടെ പരിശോധന. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദി മണി ടു ബി സ്പെൻഡ്. ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മ ചെക്ക് ചെയ്യാറുണ്ടോ നമുക്ക് ആ സാധനം വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ അല്ലെ, പൈസ ഉണ്ടോന്ന്, ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഇല്ലേ. അപ്പൊ എന്താണ് ചെലവഴിക്കേണ്ട പണവുമായി ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോ നമ്മ നോക്കൂല്ലേ ഇതിന് എത്രയാണ് പ്രൈസ് എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മ ചിന്തിക്കാറുണ്ടോ നമ്മുടെ കയ്യിൽ അത്രയും പൈസ എടുക്കാനുണ്ടോന്ന്, ഒരു കമ്പാരിസൺ അല്ലെ. ആ സാധനത്തിന്റെ വിലയും നമ്മുടെ കയ്യിലുള്ള പൈസയുമായി ഒരു കമ്പാരിസൺ നടത്താറുണ്ടോ? ഇപ്പൊ ഗോൾഡ് വാങ്ങിക്കാൻ പോവാണ്, ഒരു ഗോൾഡ് എന്തെങ്കിലും സ്വർണം ചെയിന എന്തെങ്കിലും, അപ്പൊ നമ്മ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലുള്ള പൈസക്കുള്ളതല്ലേ മേടിക്കുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മ മേടിക്കോ? ഷോപ്പിൽ പോകുമ്പോ നമുക്കറിയാലോ ഒരുപാട് ചെയിനുകളൊക്കെ എടുത്ത് തരും. അപ്പൊ നമ്മ എന്ത് ചെയ്യും, നമ്മ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും അല്ലെ, നമ്മുടെ കയ്യിലുള്ള സോഴ്സുമായി അല്ലേ ഓക്കെ ആവോ, അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവോ അല്ലെ, ഒക്കെ അറിയില്ലേ. ക്യാഷിനനുസരിച്ച് അപ്പൊ എന്താണ് അങ്ങനെ ഒരു കമ്പാരിസൺ, എന്താണ് ചെലവഴിക്കേണ്ട പണവുമായി നമ്മ എന്ത് ചെയ്യും ആ സാധനത്തിന് എന്ത് ചെയ്യും സ്പെൻഡ് ചെയ്യേണ്ട നമ്മ ചെലവാക്കേണ്ട ഇതെന്താണ് ഒന്ന് എന്താണ് പരിശോധിച്ചൊക്കെ ബന്ധപ്പെടുത്തി ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുന്നു. പിന്നെ എന്താണ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. പിന്നെ എന്താണ് നമ്മ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നു അല്ലെ, അതും ചെക്ക് ചെയ്യോ. നമ്മിപ്പോ കൊടുക്കുന്ന ആ പൈസക്കുള്ള മൂല്യമുണ്ടോ അല്ലെ, വർത്ത് ഉണ്ടോ അല്ലെ, മൂല്യമുണ്ടോ എന്നും എന്താണ് നമ്മ തിരിച്ചറിയുക. ക്ലിയർ ആയോ? ചെലവഴിക്കേണ്ട പണവുമായി നമ്മുടെ കയ്യിലുള്ള ചെലവഴിക്കേണ്ട പണവുമായി എന്താണ് ബന്ധപ്പെട്ട സ്രോതസ്, നമ്മുടെ കയ്യിലുള്ള പൈസ എന്താണ് കമ്പയർ ചെയ്ത് നോക്കുന്നു, താരതമ്യപ്പെടുത്തി നോക്കുന്നു. കൂടാതെ എന്താണ് നമ്മ ചെലവാക്കുന്ന പൈസക്കുള്ള മൂല്യമുണ്ടോ എന്നൊന്ന് തിരിച്ചറിയുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ്
മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു ഫ്ലോ ചാർട്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫസ്റ്റ്, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർ വരുന്നത് മെറ്റീരിയൽസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറിൽ പർച്ചേസിംഗ് വരുന്നുണ്ട്, സ്റ്റോഴ്സ്. രണ്ട് പ്രവർത്തനങ്ങളാണ് ആളുടെ അണ്ടറിൽ വരുന്നത്, പർച്ചേസും സ്റ്റോഴ്സ് അല്ലെ. വേണ്ടേ? പർച്ചേസ് മാനേജർ എന്നുണ്ട് കേട്ടോ അതില്. പർച്ചേസ് മാനേജർ. രണ്ട് പ്രവർത്തനങ്ങൾ നടക്കണ്ടേ മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറിൽ? പർച്ചേസ് മാനേജർ, സ്റ്റോഴ്സ് മാനേജർ. ഒന്ന് ആഡ് ചെയ്യാട്ടോ, പർച്ചേസ് മാനേജറിനും സ്റ്റോഴ്സ് മാനേജറിനും. വേണ്ടേ? മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറിൽ രണ്ട് പ്രവർത്തനങ്ങൾ നടത്തണം അല്ലെ. പർച്ചേസിംഗ് നടത്തണം, ആ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ റിസീവ് ചെയ്യണം, പിന്നെ എന്താണ്, അത് കറക്റ്റ് രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ സ്റ്റോറും ചെയ്യണം അല്ലെ. മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറിൽ രണ്ട് സ്റ്റോറും ചെയ്യണം. രണ്ട് പേര് വരുന്നുണ്ട്, ആരൊക്കെയാണ്? പർച്ചേസ് മാനേജറും സ്റ്റോഴ്സ് മാനേജറും. പർച്ചേസ് മാനേജറുടെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് മാനേജറുടെ അണ്ടറിൽ പർച്ചേസ് അസിസ്റ്റന്റ്. സ്റ്റോഴ്സ് മാനേജറുടെ അണ്ടറിൽ ആരാണ് വരുന്നത്? അസിസ്റ്റന്റ് മാനേജർ. അസിസ്റ്റന്റ് മാനേജറുടെ അണ്ടറിൽ സ്റ്റോറിലാണ് അല്ലെ. അപ്പൊ സ്റ്റോറിലെ പ്രവർത്തനങ്ങൾ ആരാണ് ചെയ്യുന്നത്? സ്റ്റോർ കീപ്പേഴ്സ് അല്ലേ. സ്റ്റോർ കീപ്പേഴ്സ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, പർച്ചേസിംഗ്, വാങ്ങൽ. എന്താണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒന്നുകൂടെ പറയണം. മെറ്റീരിയൽസ് ഗുഡ്സ് വാങ്ങാം. ഒരു മിനിറ്റ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജറുടെ അണ്ടറിൽ രണ്ടുപേര് വരുന്നുണ്ട്, പർച്ചേസ് മാനേജറും സ്റ്റോഴ്സ് മാനേജറും. ക്ലിയർ ആയോ? പർച്ചേസ് മാനേജറുടെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് മാനേജറുടെ അണ്ടറിൽ പർച്ചേസ് അസിസ്റ്റന്റ്. മെറ്റീരിയൽസ് മാനേജർ സ്റ്റോഴ്സിന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജറും സ്റ്റോർ കീപ്പേഴ്സും. അസിസ്റ്റന്റ് മാനേജേഴ്സിന്റെ അണ്ടറിലാണ് സ്റ്റോർ കീപ്പർ വരുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞ? ഇത് ഫ്ലോ ചാർട്ട് അങ്ങനെ പഠിക്കാനുള്ളൂ കേട്ടോ. ജസ്റ്റ് പർച്ചേസിങ്. എന്താണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? സാധനങ്ങൾ വാങ്ങുക അല്ലെ, ലഭ്യമാക്കുക. അക്വിസിഷൻ ചെയ്യുന്നതിനല്ലേ ഏറ്റെടുക്കുക അല്ലെ. ഗുഡ്സുകളാവാം, സർവീസുകളാകാം, മെറ്റീരിയൽസ് ആവാം അല്ലെ. ഒരു സ്ഥാപനം എന്താണ്? ഗുഡ്സുകളെയോ സർവീസുകളെയോ ഏറ്റെടുക്കുന്നതിനെയാണ് അല്ലെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലെ. വാങ്ങാൻ അറിയുന്നത് അവര് ഏറ്റെടുക്കല്ലേ, സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ലോക്കൽ പർച്ചേസിലൂടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർ ആ സാധനം അവര് കരസ്ഥമാക്കുകയാണ് അല്ലെ. അല്ലെ, അവരത് കരസ്ഥമാക്കല്ലേ. ഓക്കെ. Purchasing is the arranged acquisition of goods and services for buying entity. എന്താണ് പർച്ചേസിംഗ് എന്നത്? ഒരു സ്ഥാപനത്തിനായി, ഒരു എൻറ്റിറ്റിക്ക്, ഒരു സ്ഥാപനത്തിനായി വാങ്ങുന്ന ചരക്കുകളുടെയും സർവീസുകളെ, സേവനങ്ങളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കൽ, അറേഞ്ച്ഡ് എക്വിസിഷനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ, അങ്ങനെയല്ലേ? ഒരു ക്രമീകരിച്ച ഓർഡറിലല്ലേ, ഒരു ഇത്ര ക്വാണ്ടിറ്റിയില് ഇത്ര പ്രൈസിന് അല്ലെ, അങ്ങനെയല്ലേ? അല്ലാണ്ട് എങ്ങനെയാ ഓർഡർ ചെയ്യാ? നമ്മളാണെങ്കിൽ വീട്ടിലേക്കുള്ള സാധനത്തിന് ഒരു അളവ് ഉണ്ടാവില്ലേ, ക്വാണ്ടിറ്റി. എൻറ്റിറ്റി മീൻസ് സ്ഥാപനം, സ്ഥാപനം അല്ലേ, ഒരളവ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഒരു സ്ഥാപനം വാങ്ങുന്ന, ഒരു സ്ഥാപനത്തിനായി വാങ്ങുന്ന ഗുഡ്സിന്റെ, ചരക്കുകളുടെയും സർവീസുകളുടെയും ഒരു ക്രമീകരിച്ച ഏറ്റെടുക്കലിനാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, എക്സിഷൻ എന്ന ഏറ്റെടുക്കല്, ലഭ്യമാക്കല്. ഓക്കെ,
Next, purchasing activities are required to make sure that required items are acquired in timely manner at a reasonable cost. Purchasing activities എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? Required to make sure that required items, അല്ല അവര് വാങ്ങുന്ന ഐറ്റംസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് എങ്ങനെ ലഭിക്കുന്നത്? ഒരു ടൈംലി മാനർ അല്ലെ, ഒരു ടൈം പീരീഡ് ഉണ്ടാവും അല്ലെ, ഉണ്ടാവോ? ഇപ്പൊ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ഇന്ന ടൈമിനുള്ളിൽ അത് ലഭ്യമാകണം ഹോസ്പിറ്റലിലേക്ക് അല്ലേ? അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. കൂടാതെ എന്താണ്? ഒരു റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെ, അവർക്ക് ന്യായമായിട്ടുള്ള ഒരു വില അല്ലെ. ഒരുപാട് വിപണിയിലുള്ളതിലും കൂടുതൽ വില പറഞ്ഞാൽ നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റുമോ? മാർക്കറ്റിനേലും ഒരുപാട് കൂടുതൽ പൈസ പറഞ്ഞാൽ ഇല്ല. അപ്പൊ എന്താണ്? പർച്ചേസിങ് ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താ, അവർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഐറ്റംസ് എങ്ങനെ കിട്ടണം? സമയബന്ധിതമായി അല്ലേ, ടൈംലി മാനറിൽ. പിന്നെന്താണ്? കൂടാതെ ന്യായമായ വിലയിലും ലഭ്യമാക്കണം. ക്ലിയർ ആയത്? പർച്ചേസിങ് ആക്ടിവിറ്റീസ് എന്തിന്റെ ബേസിസിലാണ് നടക്കുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആവുക അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലാണ് പറയുന്നത്, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിന് പറയാം. ആ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണ്? അവർക്ക് ആവശ്യമായ സമയത്ത് അല്ലെ, സമയബന്ധിതമായ ടൈമില്, പിന്നെ എങ്ങനെയാണ്? ന്യായമായ വിലയിൽ അവർക്ക് ലഭ്യമാക്കണം. ക്ലിയർ ആയോ? Next, purchasing done as per the need or activities undertaken by the hospitals അല്ലെ. എന്താണ്? പർച്ചേസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനുള്ള ആവശ്യം അതല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പർച്ചേസിങ് നടത്തുന്നത് അല്ലെ. മിസ്റ്റർ എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഒരു ഹോസ്പിറ്റലില് പീഡിയാട്രിക് സെക്ഷൻ ഇല്ല, പീഡിയാട്രിക് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ പീഡിയാട്രിക്കുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഇല്ല. പിന്നെ ആ ഹോസ്പിറ്റലില് പീഡിയാട്രിക് മെഡിസിനുകള്, പീഡിയാട്രിക് എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് കാര്യമുണ്ടോ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ഒരു പർച്ചേസിങ് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന്റെയും നീഡ്സിന്റെയും അവിടുത്തെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പർച്ചേസിങ് നടക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്, ഓക്കെ ആണോ? Next, objectives of purchasing department. Purchasing department ന്റെ objectives, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? To get the right. നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചോ? ചാപ്റ്റർ എടുത്തോ നിങ്ങൾക്ക് മാർക്കറ്റിംഗ്? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. മിസ് ചോദിച്ചാണ്. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ടു ഗെറ്റ് ദ റൈറ്റ്. ഒരു 6R ബേസ് ചെയ്തിട്ടാണ് പർച്ചേസിംഗ് നടക്കുന്നത്. 6R ബേസ് ചെയ്തിട്ട് നോക്കിയേ. ടു ഗെറ്റ് റൈറ്റ് ക്വാളിറ്റി, ടു റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ് ഫ്രം റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്, റൈറ്റ് സോഴ്സ്. പിന്നെ എന്താണ്? അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ് ഓഫ് ഡെലിവറി. കേട്ടാ, അതിൽ കുറെ തിരുത്താനുണ്ട്. ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ ഒരു ആ ഓഫിന് മുമ്പ് ഒരു ഓപ്പൺ ഇതില്ലേ, ബ്രാക്കറ്റ് എടുത്തിട്ടില്ലേ? ഓപ്പൺ ബ്രാക്കറ്റ്, അത് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്യാം. എന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാം. ഹൈഫൺ ഇട്ടോ.
റൈറ്റ് പ്ലേസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടോ? ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടില്ലേ? ആ ഓപ്പൺ ബ്രാക്കറ്റ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാം കേട്ടോ. എന്നിട്ട് ആ 1 വെട്ടിക്കളയാ. 6 hours ആണ് കേട്ടോ. 16 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 6 ആണ് കേട്ടോ. 6. പിന്നെ ഓഫ് 6 hours ഓഫ് പർച്ചേസിങ് ആ ക്ലോസ്ഡ് ബ്രാക്കറ്റും കട്ട് ചെയ്ത് കളയാ കേട്ടോ. ക്ലോസ്ഡ് ബ്രാക്കറ്റും കട്ട് ചെയ്ത് കളയാം. പിന്നെ റൈറ്റ് പ്രൈസ് ഫസ്റ്റ് നോക്കിയേ. റൈറ്റ് ക്വാളിറ്റി, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്. ഫ്രം എന്ന് പറഞ്ഞിട്ട് നൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നൈറ്റ് അല്ല, റൈറ്റ്. ആ എന്നെ വെട്ടിയേ, എന്നെ വെട്ടിയിട്ട് 6 ആക്കാം. ക്ലിയർ ആയോ? കറക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി മിസ് പറഞ്ഞുതരാം. 6 hours ബേസ് ചെയ്തിട്ടാണ് നമ്മ പർച്ചേസിങ് നടത്തുന്നത്. ആ 6 hours ഒക്കെ എന്താണ്? റൈറ്റ് ക്വാളിറ്റി അല്ലെ? നമ്മ മേടിക്കുന്ന സാധനങ്ങൾ, പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? നല്ല ഗുണനിലവാരമുള്ളതായിരിക്കണ്ടേ? റൈറ്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണ്ടേ? പിന്നെ എങ്ങനെ കിട്ടണം? റൈറ്റ് ക്വാണ്ടിറ്റിയിൽ അല്ലെ? ശരിയായ അളവിൽ ലഭ്യമാകണ്ടേ നമുക്ക്? ശരിയായ അളവില്, ശരിയായ ക്വാണ്ടിറ്റിയിൽ ലഭ്യമാകണ്ടേ? റൈറ്റ് ക്വാണ്ടിറ്റിയില്. പിന്നെന്താണ്? കറക്റ്റ് പ്രൈസിന് അല്ലെ? റൈറ്റ് പ്രൈസിന് അല്ലെ? കറക്റ്റ് പ്രൈസിന് നമുക്ക് ലഭ്യമാകണം അല്ലെ? ആ റൈറ്റ് പ്രൈസ് ഫ്രം എ നൈറ്റ് അല്ല, റൈറ്റ് വെണ്ടർ ഓൾസേഴ്സ്. എന്താണ്? ശരിയായ വെണ്ടർ. വെണ്ടർ എന്ന് പറഞ്ഞാല് കച്ചവടക്കാര്. ശരി, കച്ചവടക്കാരൻ്റെ ശരിയായ കച്ചവടക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ശരിയായ ഉറവിടത്തിൽ നിന്ന് നമുക്ക് എന്താണ്? റൈറ്റ് പ്രൈസിന് അല്ലെ? ശരിയായ പ്രൈസിന് നമുക്ക് ലഭ്യമാകണം. കൂടാതെ എപ്പോ നമുക്ക് കിട്ടണം? വെണ്ടർ റേറ്റിംഗ് ഇവാലുവേഷൻസ്, അത് നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അറ്റ് ദ റൈറ്റ് ടൈം അല്ലെ? നമുക്ക് ശരിയായ സമയത്ത് കിട്ടണ്ടേ? നമുക്ക് എമർജൻസി മെഡിസിൻ ആവശ്യമുള്ള സമയത്ത് തന്നെ കിട്ടണ്ടേ? ഇപ്പൊ ഒരു പേഷ്യൻസിനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാല് ആ കറക്റ്റ് ടൈമില് നമുക്ക് കിട്ടണം അല്ലെ? അറ്റ് ദ സ്പോട്ട് നമുക്ക് ആ മെഡിസിൻ ലഭ്യമാകണം അല്ലെ? അതല്ല, ആ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു, മരണം സംഭവിച്ചിട്ട് നമുക്ക് ആ സാധനം കിട്ടിയിട്ട് കാര്യമുണ്ടോ? വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് റൈറ്റ് ടൈം, ശരിയായ സമയത്ത് കിട്ടണം. പിന്നെ എന്താണ്? അറ്റ് റൈറ്റ് പ്ലേസ് അല്ലെ? കറക്റ്റ് പ്ലേസിൽ കിട്ടണ്ടേ? ശരിയായ സ്ഥലത്ത് ലഭ്യമാക്കണം അല്ലെ? എന്തേ? നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള സാധനം വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് പറയാണ് ഇന്ന സ്ഥലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചോ, നിങ്ങൾ ഡെലിവറി ചെയ്തോ എന്ന് പറഞ്ഞാൽ നടക്കോ? അത് ശരിക്കുള്ള ഒരു പർച്ചേസിങ് ആണോ? നമ്മിപ്പോ എക്സാമ്പിൾ പോലെ നമ്മ മീഷോയിലൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ കൊണ്ടുതരല്ലേ? നമ്മ കൊടുക്കുന്ന കറക്റ്റ് അഡ്രസ്സിൽ കൊണ്ടുവന്ന ഒരു സാധനം നമുക്ക് എത്തിച്ചു തരുന്നുണ്ടോ? എന്താണ്? ശരിയായ സ്ഥലത്ത് എന്താണ്? ആ സാധനം നമ്മ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയല് ലഭ്യമാക്കി കൊടുക്കുക. 6 hours ഏതൊക്കെയാണ്? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെണ്ടർ ഓർ റൈറ്റ് സോഴ്സ്. അതാണ് കേട്ടോ നാലാമത്തെ. റൈറ്റ് വെണ്ടർ ഓർ റൈറ്റ് സോഴ്സ് നാലാമത്തെ. അഞ്ചാമത്തെ വരുന്നത് റൈറ്റ് ടൈം. ഡെലിവറി പീരീഡ്. ഡെലിവറി പീരീഡ് എന്ന് പറഞ്ഞാല് നമ്മൊരു സാധനം ഓർഡർ ചെയ്തിട്ട് നമുക്കത് കിട്ടാനെടുക്കുന്ന ആ സമയമില്ലേ? ഡെലിവറി നമ്മുടെ കയ്യിൽ കിട്ടാനെടുക്കുന്ന ആ സമയം, അതിനെയാണ് ഡെലിവറി പീരീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മ മീഷോയിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഡെലിവറി പീരീഡ് ഇത്രതായിരിക്കും, എക്സെപ്റ്റഡ് അല്ലെ?
അപ്പൊ എന്താണ് ആ റൈറ്റ് പീരീഡ് എന്ന് വെച്ചാല് എന്താണ് റൈറ്റ് ടൈം എന്നാലാണ് ഡെലിവറി പീരീഡ്. നമുക്ക് ആ സാധനം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അത് എടുക്കുന്ന സമയത്തെയാണ് ഡെലിവറി പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ് പ്ലേസ്. ക്ലിയർ ആയോ 6 hours? നെക്സ്റ്റ് പറയുന്നത് other objectives including keeping the constant flow of materials and to guarantee higher productivity. ഇപ്പൊ പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് other objectives include keeping the constant flow of materials. അല്ലെ നമുക്ക് എന്താണ് ഒരു മെറ്റീരിയൽസും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകൾ സ്റ്റോക്ക് ഇല്ലാതിരിക്കോ? നമുക്ക് തുടർച്ചയായി അത് ലഭ്യമായിക്കൊണ്ടിരിക്കും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തുടർച്ചയായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കില്ലേ? മെറ്റീരിയൽസ് എന്താണ് മെഡിസിനുകളായിക്കോട്ടെ അല്ലെ, ഇഞ്ചക്ഷൻസ് മരുന്നുകളായിക്കോട്ടെ അല്ലെ, ഡയറ്ററിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായിക്കോട്ടെ അല്ലെ, എന്താണ് കോൺസ്റ്റന്റ്ലി ആയിട്ട് അല്ലെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ അവർക്ക് എന്താണ് തുടർച്ചയായി അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ലഭിക്കുന്നു. കൂടാതെ എന്താണ് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ, കൂടുതൽ ഉൽപാദനക്ഷമതയും ഗ്യാരണ്ടി ചെയ്യുന്നു. ഹോസ്പിറ്റലിന്റെ ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദനക്ഷമത, ഹയർ പ്രൊഡക്ടിവിറ്റി. അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകളല്ലേ ഹയർ പ്രൊഡക്ടിവിറ്റി ആണോ? ആണ്. അപ്പൊ അവിടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് സർവീസിന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തുടർച്ചയായി ലഭിച്ചാലല്ലേ അവർക്ക് കറക്റ്റ് ആയിട്ട് ഓരോ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ എന്താണ് കോൺസ്റ്റന്റ്ലി ആയിട്ട് സാധനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ലഭ്യമാകുകയും ചെയ്യും. കൂടാതെ എന്താണ് ഓരോ സ്ഥലത്തും ഹയർ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിലുള്ള പ്രവർത്തനം അവര് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? Next, vendor evaluation. Vendor evaluation is performed relying on quality rating and delivery rating. Vendor evaluation അവർക്ക് ഹോസ്പിറ്റലില് സപ്ലയേഴ്സ് ഉണ്ടാവുമല്ലോ, സാധനങ്ങൾ എത്തിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, വിതരണക്കാരുണ്ടാവും. അങ്ങനെയുള്ള വെൻഡേഴ്സ് ഇവാലുവേഷൻ നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പെർഫോംഡ് റിലേയിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ്. ക്വാളിറ്റി റേറ്റിംഗിനെയും ഡെലിവറി റേറ്റിംഗ് ആ വെൻഡർ, ആ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ആ സപ്ലയർ എത്രത്തോളം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് അല്ലെ, അവരുടെ ഡെലിവറി റേറ്റിംഗ്, ഡെലിവറി പീരീഡ് എങ്ങനെയുണ്ട്, പറയുന്ന കറക്റ്റ് ടൈമിൽ അവർ കറക്റ്റ് ഓർഡറിൽ ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് വെൻഡർ ഇവാലുവേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു സപ്ലയേഴ്സ് കൊടുത്ത മെഡിസിനുകള് ക്വാളിറ്റി ഇല്ല, ഗുണനിലവാരമില്ല, അവിടുത്തെ കഴിച്ച പേഷ്യൻസിനൊന്നും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ആ വെൻഡർ നല്ലതാണ്, ഗുഡ് വെൻഡർ ആണെന്ന് പറയാൻ പറ്റുമോ? കംപ്ലൈൻസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഹോസ്പിറ്റലില് ആ മെഡിസിനെ കുറിച്ച് അല്ലെങ്കിൽ അയാൾ കൊടുത്ത സപ്ലൈ ചെയ്ത സാധനങ്ങളെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ആ വെൻഡറിന്റെ ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും? ബാഡ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് വെൻഡറിനെ, പിന്നെ എന്താണ് ഡെലിവറി ടൈം. ഇപ്പൊ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ലഭ്യമാക്കാന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെൻഡറിൽ സെലക്ട് ചെയ്യാൻ പറ്റുമോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്? സെലക്ട് ചെയ്യാൻ പറ്റുമോ ഹോസ്പിറ്റലുകാർക്ക്? ആ കച്ചവടക്കാരനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക് പർച്ചേസ് ചെയ്യാൻ? ഇല്ല. അപ്പൊ എന്താണ്, അപ്പൊ ഹോസ്പിറ്റലിലെ വെൻഡറെ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. ക്വാളിറ്റി ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലും
ഡെലിവറി റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് വെൻഡർ ഇവാലുവേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ അത്? വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. വെൻഡർ എങ്ങനെയുള്ള ആളായിരിക്കണം? വിശ്വാസയോഗ്യരായിരിക്കണം അല്ലെ? നമുക്ക് വിശ്വാസമുള്ള ആളായിരിക്കണം അല്ലെ? നമ്മ പൊതുവെ പറയാറില്ലേ വിപണിയിൽ എങ്ങനെയുള്ള സാധനങ്ങളുണ്ട്? ഫേക്ക് പ്രോഡക്റ്റുകൾ ഉണ്ട് അല്ലെ? സെയിം നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് തോന്നും? സെയിം സാധനം അല്ലെ? അങ്ങനെ തോന്നാറുണ്ടോ? സെയിം സാധനം ഒരേപോലെ ഇരിക്കുന്നു, പക്ഷെ എന്താണ് ക്വാളിറ്റിയില്, സ്റ്റാൻഡേർഡില്, എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചീപ്പായിരിക്കും അല്ലെ? ആണോ? ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് മിസ് പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങള് അപ്പൊ എങ്ങനെയുള്ളവരായിരിക്കണം വെൻഡേഴ്സ്? നമ്മ ഹോസ്പിറ്റലിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാ? പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, പരിചരണങ്ങൾ അല്ലെ, സേവനങ്ങള്, സർവീസുകളൊക്കെ അല്ലേ? അത് നമുക്ക് എത്രത്തോളം ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ക്വാളിറ്റിയിൽ കൊടുക്കണം അല്ലെ? അവിടെ കൊടുക്കുന്ന ഏരിയ സർവീസുകളും ഓരോ പ്രോഡക്റ്റുകളും ഓരോ റിസോഴ്സുകളും അല്ലെ അത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കണ്ടേ? അപ്പൊ എന്താണ് നമ്മ വെൻഡറെ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കണം? വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. വിശ്വാസയോഗ്യരായ ആളുകളായിരിക്കണം നമ്മുടെ വെൻഡേഴ്സ്, കച്ചവടക്കാര്. Hospital will have an approved list of vendors. ഹോസ്പിറ്റലില് അവർ അപ്രൂവ് ചെയ്ത എന്താണ് കുറച്ച് വെൻഡേഴ്സിന്റെ ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. സ്ഥിരമായി അവർ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് വെൻഡേഴ്സിന്റെ, കച്ചവടക്കാരുടെ അല്ലെങ്കിൽ സപ്ലയേഴ്സിന്റെ ലിസ്റ്റ് ഹോസ്പിറ്റലുകാര് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കറക്ഷൻ വൺസ് അല്ലെ? കറക്ഷൻ. ഈ ഫസ്റ്റ് റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ് ഫ്രം എ നൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നൈറ്റ് അല്ല, റൈറ്റ്. റൈറ്റ് കറക്റ്റ് ചെയ്തോ? നെക്സ്റ്റ് താഴെ വരുമ്പോ ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഇപ്പറ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റും തന്നിട്ടുണ്ടോ? ബ്രാക്കറ്റ് അത് രണ്ടും കട്ട് ചെയ്ത് കളയുക. അത് വേണ്ട, അതിന്റെ ആവശ്യം അവിടെ ഇല്ല. കട്ട് ചെയ്ത് കളഞ്ഞോ? നെക്സ്റ്റ് ഈ റൈറ്റ് പ്ലേസ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാം. ഹൈഫൺ ഇട്ടിട്ട് ആ 16 എന്നുള്ളത് 1 വെട്ടിക്കളയാ. 6R പേര് 16 hours എന്നാ പറഞ്ഞിരിക്കുന്നത്. 16 hour അല്ല, 6 hour ബേസ് ചെയ്തിട്ടാണ് പർച്ചേസിങ് നടത്തുന്നത്. എന്താണ്? റൈറ്റ് ക്വാളിറ്റി, ശരിയായ ഗുണനിലവാരത്തില്, ശരിയായ അളവില്, ശരിയായ പ്രൈസില്, ശരിയായ വിലയില്, ശരിയായ ഉറവിടത്തിൽ നിന്നോ അല്ലെങ്കിൽ ശരിയായ കച്ചവടക്കാരിൽ നിന്നോ ശരിയായ സമയത്ത് എന്താണ് ശരിയായ സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ ലഭ്യമാകണം. ഓക്കെ ആയോ ലിജി? Okay, next purchasing is a business function. Since we convert resources into services and it is then issued. എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ് അല്ലെ? അല്ലെ? ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ് അല്ലെ? ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സിൻസ് വി കൺവേർട്ട് റിസോഴ്സസ് ഇൻ ടു സർവീസ്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? അവര് റിസോഴ്സുകൾ എന്താക്കി അവര് മാറ്റാണ്, കൺവേർട്ട് ചെയ്യാണ്. അവര് വാങ്ങിക്കുന്ന മെഷീനറീസ് അല്ലെ, മെഷീനറീസ്, അവര് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അവരുടെ അടുത്തുള്ള ഡോക്ടേഴ്സ്, അവരുടെ അടുത്തുള്ള മെഡിസിനുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് ആയിട്ട് അല്ലെ, സേവനങ്ങളായി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കാണ് അല്ലെ, ഇഷ്യൂ ചെയ്യാണ് അല്ലെ. പേഷ്യൻസിന് അവരുടെ സർവീസ്, എക്യുപ്മെന്റുകളുടെ സേവനം, മെഷീനറീസിന്റെ സേവനം, ഡോക്ടേഴ്സിന്റെ സേവനം, മെഡിസിനുകളുടെ സേവനം ലഭ്യമാക്കി കൊടുക്കുന്നു. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ and it coordinates with the finance department in event of bulk purchasing. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ് അല്ലെ, ചെലവിടൽ പ്രവർത്തനം അല്ലേ.
ആണോ? നമ്മൾ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ റിസോഴ്സ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പൈസ കൊടുക്കണ്ടേ? ക്യാഷ് കൊടുക്കണോ? ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് സാധനങ്ങൾ കൊടുക്കും ആരെങ്കിലും? കൊടുക്കുന്നവരുണ്ട്. വെൻഡേഴ്സ്, കച്ചവടക്കാര്, സപ്ലയേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും? ഇല്ല. അപ്പൊ എന്താണ്? റിസോഴ്സ് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലായിരിക്കണം അല്ലേ? അല്ലേ? ആ, അപ്പൊ ഹോസ്പിറ്റൽ എന്താണ്? പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെലവിടൽ പ്രവർത്തനം, സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ചാരിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കണം. ആൻഡ് ഇറ്റ് കോർഡിനേറ്റ്സ് വിത്ത് ദി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസിംഗ്. ബൾക്കായിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ബൾക്കായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നമ്മ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം അല്ലെ? കൂടിയാലോചിക്കണോ? ഇത്ര ക്വാണ്ടിറ്റിയിൽ, ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ ഒരു സാധനം ഓർഡർ കൊടുക്കാൻ പോകും, എനിക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ ഇതെന്താണ്? ICUലേക്കായിരിക്കാം, അല്ലെങ്കിൽ സർജിക്കൽ സെക്ഷനിലേക്കായിരിക്കാം. അപ്പൊ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്, അതിനാവശ്യമായ ഫണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ? അതല്ലാണ്ട് ഇവര് സ്വന്തം ഓൺ റിസ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? ഫിനാൻസ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. അവരെന്ത് ചെയ്യണം? ബൾക്കായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി ഏകോപിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. പർച്ചേസിംഗ് ഈസ് എ vigorous management activities as we require proper planning of materials, price forecasting, demand forecasting, organizing, make arrangements of preparation, coordination, able administration and timely decision. Purchasing എന്ന് പറയുന്നത് ഒരു വിഗറസ് ആയിട്ടുള്ള പ്രവർത്തന മാനേജ്മെന്റ് ആണ് അല്ലെ? ഊർജ്ജസ്വലമായിട്ടുള്ള അല്ലെ? പർച്ചേസിംഗിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നോക്കിയേ, പ്ലാനിങ് ഓഫ് മെറ്റീരിയൽസ് അല്ലെ? പ്ലാൻ ചെയ്യണ്ടേ? ഏതോ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലെ ബേസ് ചെയ്ത് നോക്കിയേ, ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളില്ലേ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വിഗറസ് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലമായിട്ടുള്ള, അതായത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പർച്ചേസ് നോക്കിയേ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെലവിടാം, ചെലവാക്കുക. നമ്മ പറയാറില്ലേ സ്പെൻഡ് ചെയ്യാം? പറയാറില്ലേ സ്പെൻഡ് ചെയ്യാം? പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ നോക്കിയേ, നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡയറ്ററി ഉണ്ട്, ഡയാലിസിസ് സെക്ഷൻ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, ഇൻപേഷ്യന്റ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പലതും അല്ലേ? പല റിസോഴ്സുകളല്ലേ? ഗുഡ്സുകള്, മെറ്റീരിയൽസ് അല്ലെ? ഫാർമസി ഉണ്ട്, ആണോ? അപ്പൊ എന്താണ്? നമ്മ അപ്പൊ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരു പ്ലാൻ ചെയ്യണം അല്ലെ? പ്ലാനിങ് മീൻസ് പദ്ധതി ആസൂത്രണം ചെയ്യണ്ടേ? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം ഉണ്ട് അല്ലെ? നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ, എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ എന്താണ്? ആദ്യം തന്നെ മെറ്റീരിയൽ പ്രോപ്പർ പ്ലാനിങ് വേണം, ശരിയായിട്ടുള്ള പ്ലാനിങ് വേണം. പ്രൈസ് ഫോർകാസ്റ്റിംഗ് അല്ലെ? എന്താണ്? നമുക്കറിയാം, നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രവചനം, ഫോർകാസ്റ്റിംഗ് എന്നാണ് പ്രവചനം. നമ്മ ഒന്ന് ചിന്തിക്കോ, അതിന് ഏകദേശം ഇത്ര രൂപയാവും എന്നൊന്നും ചിന്തിക്കാറുണ്ടോ? അപ്പൊ എന്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും ഏകദേശം അല്ലെ ഇത്ര രൂപയാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൈസ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെ? നമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാകുമ്പോ നമ്മ അത് വാങ്ങിക്കുമ്പോ അതിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മ ചിന്തിക്കും. അതുകൊണ്ട് ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അല്ലെ? ഡയറ്ററി മെഷീൻ വാങ്ങിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഡയാലിസിസ് മെഷീൻ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അല്ലെ? അങ്ങനെയുള്ള ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ്, വാങ്ങിക്കുന്ന സാധനത്തിന്റെ ഡിമാൻഡിനെ കുറിച്ച് നമ്മൊന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് ഓർഗനൈസിങ് എന്ന് വെച്ചാൽ മേക്ക് അറേഞ്ച്മെന്റ്സ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെ? അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, തയ്യാറെടുക്കൽ. ഒരു സാധനം വാങ്ങിക്കുന്നെങ്കിൽ എന്താണ്? ഇപ്പൊ ഡയറ്ററി സർവീസിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം.
അപ്പൊ അവരെന്ത് ചെയ്യും? പർച്ചേസിംഗ് റിക്വസിഷൻ കൊടുക്കും. പർച്ചേസിംഗ് മാനേജർക്ക് പർച്ചേസിംഗ് റിക്വസിഷൻ കൊടുക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്? സപ്ലയേഴ്സിന് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെ, ക്രമീകരണങ്ങൾ നടത്തുക. അത് നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ, മിസ്സപ്പ് എടുക്കാം. ഒരു ക്രമീകരണം നടത്തുക. പിന്നെ ഒരു കോർഡിനേഷൻ വേണം അല്ലെ, എല്ലാ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർഡിനേഷൻ വേണം. കൂടാതെ എന്താണ്? ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻ അല്ലെ, നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? ശരിയായ സമയത്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കണം അല്ലെ, വേണ്ടേ? ശരിയായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണ്ടേ? അപ്പൊ എന്താണ്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ എന്താണ്? പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു വിഗറസ് മാനേജ്മെന്റ് ആണ്, ഊർജ്ജസ്വലമായ ഒരു മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയത്? ഓക്കെ, അപ്പൊ മിസ് ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.